നമസ്കാരം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത നാളുകളായിരുന്നു 12ാം നൂറ്റാണ്ടിലെ ഖിൽജി അധിനിവേശത്തിൻ്റെത്. ഭാരത സാംസ്കാരിക തനിമയുടെ മനോഹരമായ സ്തൂപങ്ങൾ മാത്രമല്ല, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പത്തിന്റെ ഉറവിടങ്ങൾ തന്നെ ആക്രമികൾ നശിപ്പിച്ച നാളുകളാണ് അന്ന് രാജ്യം കണ്ടത്. 12ാം നൂറ്റാണ്ടിന്റെ കണ്ണീർ കടലിന് അവസാനം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുനർനിർമ്മിച്ച നളന്ദ സർവകലാശാല ലോകത്തിന് സമർപ്പിച്ചു. ബീഹാറിലെ രാജ്ഗിറിൽ സർവകലാശാല മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ 17 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. രാജ്യത്തിന്റെ ദീപ്തമായ ഭൂതകാലവുമായി നളന്ദ സർവകലാശാലയ്ക്കുള്ള അഗാധമായ ബന്ധത്തെ ഓർമ്മപ്പെടുത്തിയ മോദി വിദ്യാഭ്യാസ രംഗത്ത് അവിസ്മരണീയമായ ദിനമാണിതെന്ന് പറയുകയുണ്ടായി. ഉദ്ഘാടനത്തിന് തൊട്ടുമുമ്പ് പുരാതന നളന്ദ സർവകലാശാലയുടെ തകർക്കപ്പെട്ട അവശിഷ്ടങ്ങൾ അടങ്ങിയെന്ന സ്ഥലവും മോദി സന്ദർശിച്ചിരുന്നു. 2016 UN ഹെറിറ്റേജ് സൈറ്റായി നളന്ദ സർവകലാശാലയെ പ്രഖ്യാപിച്ചിരുന്നു. 2 അക്കാദമിക് ബ്ലോക്കുകളിലായി നിർമ്മിച്ചിട്ടുള്ള സർവകലാശാലയ്ക്ക് 40 ക്ലാസ് മുറികളിലായി 1900 വിദ്യാർത്ഥികളെ ഇപ്പോൾ ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കും. നിരവധി ആധുനിക സൗകര്യങ്ങൾക്ക് പുറമെ ഇന്റർനാഷണൽ സെന്റർ, ആംഫി തിയേറ്റർ, ഫാക്കൽറ്റി ക്ലബ്, സ്പോർട്സ് കോംപ്ലക്സ് തുടങ്ങിയവയും ഇതിന്റെ ഭാഗമാണ്. 100ഓളം ഏക്കറിൽ പരന്നുകിടക്കുന്ന ജലസ്രോതസ്സിനടുത്ത് സ്ഥിതി ചെയ്യുന്ന നളന്ദ നെറ്റ് സീറോ ഗ്രീൻ ക്യാമ്പസുമാണ്. 1600 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ തന്നെ ആദ്യ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ആയിരുന്ന നളന്ദയുടെ പതനം ആരംഭിച്ചത് വിദേശ ആക്രമണകാരിയായ മുഹമ്മദ് ബക്തിയാർ ഖിൽജിയുടെ ഭാരതത്തിലേക്കുള്ള വരവോടെയാണ്. ഒരു അക്ഷരവിരോധിയായ ഭ്രാന്തനെ പോലെ നളന്ദയിലെ പുസ്തകങ്ങളും താളിയോലകളും തീയിട്ട ഖിൽജി നാളുകളെടുത്താണ് പുസ്തകങ്ങളെ കത്തിച്ചു ചാമ്പലാക്കിയത്. 8 നൂറ്റാണ്ടിനിപ്പുറം അധിനിവേശത്തിന്റെ കറുത്ത പാടുകൾ നീക്കി നളന്ദ പുനർജനിക്കുമ്പോൾ ലോകത്തിന്റെ തന്നെ വിജ്ഞാന കേന്ദ്രമായി, രാജ്യത്തിന്റെ അഭിമാനമായി നളന്ദ വീണ്ടും പുനർജനിക്കുകയാണ്.